ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 7/4/2025 തിങ്കളാഴ്ച 22,238 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,446 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഏതാണ്ട് 208 പോയിന്റോളം ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടെ നിന്നും ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പ്രൈസ് വളരെ വേഗം അപ്വേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പിന്നീടുള്ള ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ 22,601 അടുത്തെത്തുന്നതിന് മുമ്പ്, അതായത് 22,577 വരെ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഉയർന്നു പോയിരുന്നു. അതിനുശേഷം പ്രൈസ് ഈ ലെവലിൽ ഒന്ന് നിൽക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, സാധാരണയായി ഈ തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുകയും മുകളിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ലെവലിലോട്ട് എത്തുമ്പോൾ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ശീലം സാധാരണമായി കാണുന്നതാണ്. അത് ഒരുപാട് നേരം അവിടെ ഹോൾഡ് ചെയ്തു ഈ ലെവലിലെങ്കിലും, എന്നാൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും പുതിയ ഉയരം തരാൻ കഴിയാതെ പതിയെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചു എന്ന് വേണം കരുതാൻ. ആ തരത്തിൽ കൃത്യമായും കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യാവുന്നതായിരുന്നു. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നു, അഥവാ ആ ലെവലിൽ എത്തിയതിനു ശേഷം വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടിയ അപ്പ് മൂവ് പിന്നെയും ഡേയ്സ് കൈ ഉപയോഗിച്ച് സെല്ല് ചെയ്തു, പുതിയ ലോ തന്നു. ആ തരത്തിൽ റിപ്പീറ്റേഷൻ സെൽ ഓൺ എവറി റൈസ് എന്ന രീതിയിൽ ചെയ്ത ഏതൊരാൾക്കും ഈ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്യുന്നവരെയുള്ള ട്രേഡ് ലഭിച്ചു എന്ന് വേണം കരുതാൻ. അതിനുശേഷം പ്രൈസ് റിവേഴ്സായി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം റേഞ്ച് ഉണ്ട്. പ്രൈസ് മൂവ് ചെയ്യുന്നു. ഇത് കോൾ ഓപ്ഷൻ ബൈ ചെയ്തവരുണ്ട്, വീണ്ടും സെല്ല് കിട്ടി, ഡിക്ലൈൻ. അതിനുശേഷം ഇത്തരത്തിലൊരു ബുള്ളിഷ് മൂവ് സഞ്ചരിച്ച് ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഹോൾഡ് ആകുന്നു, തിരിച്ച് കയറാൻ കഴിയുന്നതായിരുന്നു. ഈ ഏരിയയിൽ നിന്നും ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് ഡേയ്സ് ഹൈ വരെ ടാർഗറ്റ് എടുത്ത് നല്ല പ്രോഫിറ്റ് നേടിയ വ്യക്തികളുണ്ട്. എന്നാൽ പ്രൈസ് അവിടെയും നിന്നില്ല. അടുത്ത റെസിസ്റ്റൻസ് ലെവൽ ഭേദിച്ച് പുതിയ 22,679 എന്ന ലെവലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ, പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വേണം പറയാൻ. അത് പിന്നെയും അടുത്ത ലെവലിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു, അപ്പ് മൂവ്, സെല്ല്. ഇത്തരത്തിൽ നല്ല റേഞ്ചിലാണ് ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത്. ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 425 പോയിന്റോളം മൂവ്മെൻ്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നത്. സമയം വോൾട്ടൈൽ ആയിരുന്നു. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു. എങ്കിലും പ്രീമിയം നല്ല കൂടുതലായി നിന്നുകൊണ്ട് പലരും വളരെ ചെറിയ ലോട്ടുകൾ എടുത്ത് ട്രേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. 22,518 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 22,377 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല വോളറ്റൈൽ ആയിരുന്നുകൊണ്ട് നല്ല റേഞ്ചിലാണ് ലെവലുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ടുകൾ രേഖപ്പെടുത്തലും അല്പം റേഞ്ചിലുള്ളവ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ആ തരത്തിലാകുന്നത്. ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,908 എന്ന ലെവലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നാൽ അതിനിടയിലായി 22,697, 759, 807, 858 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള ലെവലുകൾ ടാർഗറ്റുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ എവിടെ നിന്നോ വീണോ അങ്ങോട്ടേക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും.
22,267 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. 50,508 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 50,302 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായി വരാൻ സാധ്യതയുള്ള 51,365 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 50,771, 908, 51,046, 51,192 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് ഗ്രാജുവലി ഈ ലെവലുകളിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. കുറഞ്ഞത് ഈ ലെവലിന് താഴെ 50,102 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്കൊരു സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കണക്കാക്കുന്നത്. 74,132 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 73,803 എന്ന ലെവലാണ് ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 75,337 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയേക്കാം എന്ന് കണക്കാക്കുന്നു. അതിനിടയിൽ 74,859 എന്ന ഇന്നത്തെ ഉയരവും 75,113 എന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ 75,113, 337, 75,623, 76,051 എന്നിങ്ങനെയുള്ള മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ഒരുപക്ഷെ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 73,421 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വാങ്ങിക്കോളൂ എന്നുള്ള ഒരു സജഷനുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തേക്കായി തയ്യാറാക്കുന്ന കേവലമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. പഠനാർത്ഥം നിങ്ങൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ.
നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മുടെ ലെവലുകളും ട്രേഡിംഗ് പ്ലാനുകളും ഗുണകരമാണ് എന്നാണ് നിങ്ങളുടെ ഒരു തിരിച്ചറിവ് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്